നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്ടറ്റ് റൂള് പ്രകാരം ഓരോ ആറ്റവും സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി ശ്രമിക്കുമെന്നും അതിനു വേണ്ടിയിട്ട് 3-4 രീതിയിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുമെന്നും പഠിച്ചു. അപ്പോൾ നമ്മൾ അവിടെ ബോണ്ടിങ് മുഴുവനും കാണിച്ചത് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ, ഈ പറയപ്പെട്ട മോളിക്യൂൾസിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം പ്രകാരമുള്ള അല്ലെങ്കിൽ ലൂയിസ് സിംബൽ പ്രകാരമുള്ള സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ഡ്രോയിങ് ലൂയിസ് സ്ട്രക്ചർ. ഓക്കെ, ഡ്രോയിങ് ലൂയിസ് സ്ട്രക്ചർ, അതാണ് നമ്മുടെ ടോപ്പിക്. Drawing Lewis structure. അപ്പോ അത് ഈ പറയപ്പെട്ടത് ഭൂരിഭാഗവും കോവാലന്റ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, കോവാലന്റ് മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇതിൽ ചിലതിന്റെ ലൂയിസ് സ്ട്രക്ചർ പ്രകാരമുള്ള ലൂയിസ് ഡോട്ട് ഡയഗ്രാം പ്രകാരമുള്ള സ്ട്രക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. H2O നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് H2Oയില് ഓക്സിജൻ ആറ്റം, ഹൈഡ്രജൻ ആറ്റം രണ്ടെണ്ണം, ഈ രണ്ടെണ്ണമാണ് ഉള്ളത്. ഇതിൽ ഓക്സിജന്റെ വാലൻസ് ഷെല്ലില് 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അല്ലെ, നമ്മളത് ഡോട്ട് ഉപയോഗിച്ചിട്ട് കാണിച്ചു. ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ലില് 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ഇതില് ഹൈഡ്രജന് ഡുപ്ലറ്റ് കോൺഫിഗറേഷനും ഓക്സിജന് ഒക്ടറ്റ് കോൺഫിഗറേഷനുമാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ മ്യൂച്വൽ ഷെയറിംഗിൽ ഏർപ്പെടുന്നു. അതായത് ഓക്സിജൻ ഈ ഹൈഡ്രജനുമായിട്ട് മ്യൂച്വൽ ഷെയറിംഗ്, ഈ ഓക്സിജൻ ഈ ഹൈഡ്രജനുമായിട്ട് മ്യൂച്വൽ ഷെയറിംഗ്. അങ്ങനെ ഷെയറിംഗിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യകത പൂർത്തിയാക്കപ്പെടുന്നുണ്ടോ നോക്കിയേ. ഹൈഡ്രജന് 2 ഇലക്ട്രോൺ കിട്ടിയല്ലോ, 2. ഈ ഹൈഡ്രജനോ 2, ഈ ഓക്സിജനോ 2, 4, 6, 8 ഇലക്ട്രോൺസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാത് ആറ്റങ്ങളുടെ മതിയായ കോൺഫിഗറേഷൻ, അതായത് ഇതിന്റെ ഡുപ്ലറ്റ് കോൺഫിഗറേഷനും ഇതിന്റെ ഒക്ടറ്റ് കോൺഫിഗറേഷനും കംപ്ലീറ്റ് ആയി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ ഇവിടെ 1 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു. സോ ദി ബോണ്ടിങ് ഇൻ വാട്ടർ മോളിക്യൂൾ ഇസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെയാണ് ബോണ്ടിങ്. ഓക്കെ, അതായത് OH സിംഗിൾ ബോണ്ട്, OH സിംഗിൾ ബോണ്ട്. ഓക്സിജന്റെ ചുറ്റും 2 ലോൺ പെയർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞാല് ഒന്നെങ്കിൽ മുഴുവൻ ഇലക്ട്രോൺ പെയറുകളെ ഷെയർഡ് ഇലക്ട്രോൺ പെയർ, ഇത് ഷെയർഡ് ഇലക്ട്രോൺസ് ആണ്, ഇത് അൺഷെയർഡ്, അതായത് ലോൺ പെയർ. ലോൺ പെയറുകളെയും ബോണ്ട് പെയറുകളെയും ഡോട്ട് ഉപയോഗിച്ചിട്ട് മാത്രം കാണിക്കാം. ലൈക്ക് ദിസ്, ഇത് മാത്രം, ഇങ്ങനെ മാത്രം ഷെയറിംഗ് എന്ന് കാണിക്കണമെന്നില്ല, ഡോട്ട് ഉപയോഗിച്ചിട്ട് കാണിക്കാം. ഇലക്ട്രോൺ പെയറുകളെ ഡോട്ട് ഉപയോഗിച്ചിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ഷെയർഡ് പെയറുകളെ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് കാണിക്കാം. ഓക്കെ, സിംഗിൾ ബോണ്ടിന് ഒരു സിംഗിൾ ലൈൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ പാരലൽ ലൈൻസ്, അതേപോലെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ 3 പാരലൽ ലൈൻസ് ഉപയോഗിച്ചിട്ട് കാണിക്കാം. ലോൺ പെയറുകളെ ഇങ്ങനെ ഡോട്ട് ഉപയോഗിച്ചിട്ട് കാണിക്കാം. അപ്പൊ ഇതാണ് ഉദ്ദേശിച്ചത്. ഡ്രോയിങ് ലൂയിസ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ മാത്രം കാണിക്കാം, ഡോട്ട് ഉപയോഗിച്ചിട്ട് മാത്രം, അല്ലെങ്കിൽ ബോണ്ട് പെയറുകൾ എന്താക്കാം, ലൈൻസ്, കോവാലന്റ് ബോണ്ടിന്റെ സിംബൽ ഉപയോഗിച്ചിട്ട് കാണിക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ പറയപ്പെട്ട മോളിക്യൂൾസിന്റെ എല്ലാം ലൂയിസ് സ്ട്രക്ചർ വരക്കാൻ വേണ്ടി പോവാം. അപ്പോ ഞാനിത് നോട്ടിൽ ജസ്റ്റ് പ്രോബ്ലംസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് വരക്കാൻ വേണ്ടിട്ട് ഒരു ട്രിക്ക് ഉണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴി ഞാനിപ്പോ ഇവിടെ പറയാം. ഓക്കെ, അത് നോട്ടായിട്ട് ഞാൻ തന്നിട്ടില്ല, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. 2, 3, 4 സ്റ്റെപ്പിലാണ് ഇത് ചെയ്യുന്നത്. ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ ഒന്നാമത്തെ തന്നെ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഒന്നാമത്തെ H2O. ഓക്കെ, H2Oന്റെ സ്ട്രക്ചർ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് ആ മോളിക്യൂളിലുള്ള ആറ്റങ്ങളിലെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കുക. ടോട്ടൽ ഇലക്ട്രോൺസ് മീൻസ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കുക. അതൊക്കെ തന്നിരിക്കുന്ന മോളിക്യൂളിലെ ആറ്റങ്ങളുടെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. എന്താ അങ്ങനെ? വാലൻസ് ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്.
ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. കേൾക്കുമല്ലോ. അപ്പൊ ഹൈഡ്രജനിൽ ഒരു വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. അങ്ങനെയുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ. സോ 2 ഹൈഡ്രജനിലെ വാലൻസ് ഇലക്ട്രോൺസ് 2. ഓക്സിജനിലോ അത് 6. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസ് 6. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 8 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. 2 ഹൈഡ്രജന്റെയും ഒരു ഓക്സിജന്റെയും കൂടിയിട്ട് 8 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. കേൾക്കണേ. ഓക്കെ, ഇനി അതേസമയം ഇതാ ഈ എന്താ പറയാ CO3 2- ഇങ്ങനെ ചാർജ് ഉള്ളത് വരുമ്പോ കേൾക്കണേ, കാർബണിൽ എത്രയാണുള്ളത്? 4 വാലൻസ് ഇലക്ട്രോൺസ്. ഒരു ഓക്സിജനിലോ 6 ഇലക്ട്രോൺസ്. 3 ഓക്സിജനിലോ 18 ഇലക്ട്രോൺസ് ആയി. ഓക്കെ, അപ്പൊ കാർബണിലും 3 ഓക്സിജനിലും കൂടിയിട്ട് ടോട്ടൽ 22 ഇലക്ട്രോൺസ് ആയി. പക്ഷേ ഈ 2- അതിന്റെ അർത്ഥം എന്താ? 2 ഇലക്ട്രോൺസ് അധികമായത് കാരണം കിട്ടിയ 2 നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺസ് എപ്പോഴും ഇലക്ട്രോണുകൾ ആഡ് ചെയ്യപ്പെടുന്നതും റിമൂവ് ചെയ്യപ്പെടുന്നതും ലാസ്റ്റ് ഷെല്ലിലേക്കോ ലാസ്റ്റ് ഷെല്ലിൽ നിന്നോ ആണ്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് എക്സ്ട്രാ ആയിട്ട് ലാസ്റ്റ് ഷെല്ലിലാണ്. അപ്പൊ അത് വാലൻസ് ഇലക്ട്രോൺസിന്റെ കൂട്ടത്തിൽ പഠിക്കണം. അപ്പോ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആഡ് ചെയ്യണം, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ടോട്ടലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ 4, 6, 24 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഏതില്? CO3 2-. അതേസമയം NH4 പ്ലസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? നൈട്രജനിലെ വാലൻസ് ഇലക്ട്രോൺസ് 5, ഹൈഡ്രജനിൽ 1 4 ടോട്ടൽ 4. ഓക്കെ, 9 ആയില്ലേ? പക്ഷെ ഒരു പോസിറ്റീവ് ചാർജ് കണ്ടാം. അപ്പൊ എന്താണെന്ന് അറിയാം? പോസിറ്റീവ് മീൻസ് 1 ഇലക്ട്രോൺ പോയത്. അപ്പൊ വാലൻസ് ഷെല്ലിൽ നിന്ന് 1 ഇലക്ട്രോൺ ലോസ് ആയിട്ടുണ്ട്. അപ്പോ 5, 9 -1 8 ഇലക്ട്രോൺസ് ആണ് NH4 പ്ലസിലുള്ളത്. മനസ്സിലായി? അപ്പൊ ചാർജ് വന്നിട്ടുള്ള സ്പീഷീസ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അത്രയും എണ്ണം കൂട്ടണം, പോസിറ്റീവ് ആണെങ്കിൽ അത്രയും എണ്ണം കുറക്കണം. ഓക്കെ, അപ്പൊ വാലൻസ് ഇലക്ട്രോൺസിന്റെ ടോട്ടൽ എണ്ണം കണ്ടുപിടിച്ചു. സംശയമില്ലല്ലോ. ഇനി എന്താക്കണമെന്ന് അറിയാവോ? ഇതിലെ ആറ്റങ്ങളെ ഒന്ന് അറേഞ്ച് ചെയ്യുക. എങ്ങനെയാണോ? ഈ പറയപ്പെട്ട മോളിക്യൂളില് ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ളത്, അത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആളെ നടുക്കയിലാണ്. അതിന് നമ്മൾ സെൻട്രൽ ആറ്റം എന്ന് പറയും. അപ്പൊ ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ആ മോളിക്യൂളിലെ ആറ്റങ്ങളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ളത്. അപ്പൊ ഹൈഡ്രജനിലും ഓക്സിജനിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ളത് ഓക്സിജനാ. ആർക്കാണ്? ഓക്സിജനാ. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ സെൻട്രലാക്കുക. ഇനി ഞാൻ ഒരു കാര്യം കൂടി അതിന്റെ സാന്ദർഭികമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് തന്നിട്ടുള്ള മോളിക്യൂളിൽ ഹൈഡ്രജനോ ഫ്ലൂറിനോ ഉണ്ടെങ്കിൽ അതൊരിക്കലും നടുക്ക് വരില്ല, സെന്ററിൽ വരില്ല. അത് എപ്പോഴും ടെർമിനൽ അറ്റങ്ങളിലേ വരുള്ളൂ. ഹൈഡ്രജനും ഫ്ലൂറിനും ഉണ്ടെങ്കിൽ അത് എവിടെ വരുള്ളൂ? സെന്ററിൽ വരൂല എന്നാണ്, അത് അറ്റങ്ങളിലേ വരത്തുള്ളൂ. മറന്നുകൂടാതെ. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. 2 ഹൈഡ്രജനെ 2 ഭാഗങ്ങളിലായിട്ട് എഴുതുക. കേൾക്കണേ. ചെയ്ത കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചു. ഇതിലെ മോളിക്യൂൾസിലെ ആറ്റങ്ങളെ എന്താ ഇന്റലിജന്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. എങ്ങനെ? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ളത് സെന്ററിൽ, ബാക്കിയുള്ളതിനെ ചുറ്റുമായിട്ട് അറേഞ്ച് ചെയ്യുക. അങ്ങനെ അറേഞ്ച് ചെയ്ത ശേഷം ആ ആറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട്, എങ്ങനെ ആ ആറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കോവാലന്റ് ബോണ്ട് വരക്കുക, സിംഗിൾ ബോണ്ട് വരക്കുക. 1, 2. ഇത് ആക്ച്വലി 2 ഇലക്ട്രോണുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 2 ഇലക്ട്രോൺ, ഇത് 2 ഇലക്ട്രോൺ. അപ്പൊ ടോട്ടലി 8 ഇലക്ട്രോൺസിൽ 4 ഇലക്ട്രോൺസ് ഉപയോഗിക്കപ്പെട്ടു. ഓക്കെ, അറേഞ്ച് ചെയ്തതിനു ശേഷം ഓരോ കോവാലന്റ് ബോണ്ട് കൊടുക്കുക. അപ്പൊ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഉപയോഗിക്കപ്പെട്ടു. ഇനി എന്താക്കാന്ന് അറിയാമോ? ഇനി നേരെ ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള ഇലക്ട്രോണുകൾ, ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോണുകളെ ഈ പറയപ്പെട്ട ആറ്റങ്ങൾക്ക് ചുറ്റുമായിട്ട് അറേഞ്ച് ചെയ്യുക. എങ്ങനെയെന്നറിയോ? ഇതിൽ ആർക്കാണോ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആവാത്തത് അവർക്ക് കൊടുക്കണം. അവരുടെ ചുറ്റുമായിട്ട് ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം അറ്റങ്ങളിലുള്ള ആറ്റങ്ങൾക്ക് ചുറ്റുമാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെ ബോണ്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ബാക്കിയുള്ള ഇലക്ട്രോണുകൾ ഈ പറയപ്പെട്ട ആറ്റങ്ങളുടെ ചുറ്റുമായിട്ട് ഡോട്ടായിട്ട് കാണിക്കുക.
അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം ആർക്ക് കൊടുക്കണം? സെൻട്രൽ ആറ്റത്തിനല്ല, ചുറ്റുള്ള ആറ്റങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ സെൻട്രൽ ആറ്റത്തിന് കൊടുക്കേണ്ടതുള്ളൂ. കേൾക്കുന്നുണ്ടോ? ഇനി നോക്ക്, അപ്പൊ ഇങ്ങനെ ബോണ്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം സെൻട്രൽ ചുറ്റുപാടുള്ള ആറ്റങ്ങളെ നോക്ക്. ഹൈഡ്രജൻ അതിന്റെ ഡുപ്ലറ്റ് കംപ്ലീറ്റ് ആയില്ലേ? ഹൈഡ്രജന് 2 ഇലക്ട്രോൺ അല്ലേ വേണ്ടത്? 2 ഇതിന് 2. സോ ഇതിന് ചുറ്റും ഇലക്ട്രോൺ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ബാക്കി 4 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ആ 4 ഇലക്ട്രോൺ എവിടെ കൊടുക്കണം? അതിനെവിടെ കൊടുക്കണം? അതിന് ഈ ഓക്സിജൻ ചുറ്റുമായിട്ട് ഡോട്ടായിട്ട് കാണിക്കുക. മനസ്സിലായോ? സംശയമില്ലല്ലോ. സോ ദിസ് ഈസ് ദി ലോവസ്റ്റ് സ്ട്രക്ചർ ഓഫ് H2O. ഇതന്നല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്. ഇത് കുറെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഇത് പിന്നെ എന്താ പറയാ, പെട്ടെന്ന് മനസ്സിലാവില്ല. ആ സ്റ്റെപ്പുകൾ ഒന്ന് ഓർമ്മിക്കുക, എന്നിട്ട് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, ഒരുപാട് എക്സാമ്പിളുകൾ ചെയ്യുക, അപ്പൊ ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ മാത്രം ചെയ്താലൊന്നും തലക്ക് പോകത്തില്ല അത്. ഓക്കെ, നമുക്കിത് രണ്ടാമത്തത് NH3 എടുക്കാം. NH3. ഓക്കെ, NH3 എങ്ങനെ ചെയ്തു നോക്കാം. NH3. ഓക്കെ, ഇത് അപ്പൊ ടോട്ടൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെന്നല്ല ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നൈട്രജനില് 5, 3 ഹൈഡ്രജനിലായിട്ട് 3, അങ്ങനെ ടോട്ടലി 8 ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി എന്താക്കണം? ഇതിനെ അറേഞ്ച് ചെയ്യുക. എങ്ങനെ? ഈ നൈട്രജനും ഹൈഡ്രജനും വന്നാൽ ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നൈട്രജൻ ആണ്. പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജനും ഫ്ലൂറിനും എപ്പോഴും ടെർമിനലേ വരാൻ പാടുള്ളൂ. സോ നൈട്രജൻ നടുവിലാവുക, അതാണ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമായിട്ട് ബാക്കിയുള്ള 3 ഹൈഡ്രജനുകൾ അറേഞ്ച് ചെയ്യുക. ചെയ്തല്ലോ. ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യാം? ബോണ്ട് വരക്കുക. ഒരു സിംഗിൾ ബോണ്ട് വരക്കുക. 1, 2, 3. ഇങ്ങനെ എന്ത് ചെയ്യാം? ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ നോക്കുക. അതായത് ഒക്ടറ്റോ അല്ലെങ്കിൽ ഡുപ്ലറ്റോ ഏതാണ് വേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ടോ നോക്കുക. ഈ ഹൈഡ്രജന്റെ ഡുപ്ലറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എത്ര ഇലക്ട്രോൺ പെയർ ഈ 8 എണ്ണത്തിൽ എത്ര ഉപയോഗിക്കപ്പെട്ടു? 2, 4, 6. ബാക്കി എത്രയുണ്ട്? 2. ഓക്കെ, ബാക്കി 2 അല്ലെ? 2, 4, 6. 6 ഉപയോഗിക്കപ്പെട്ടു, ബാക്കി 2 ഉണ്ട്. ആ 2 നൈട്രജന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നൈട്രജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയ നോക്ക്. 2, 4, 6, 8 കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ ഹൈഡ്രജന്റെ ഒക്ടറ്റും കംപ്ലീറ്റ് ആയി, ഹൈഡ്രജന്റെ ഡുപ്ലറ്റും കംപ്ലീറ്റ് ആയി, നൈട്രജന്റെ ഒക്ടറ്റും കംപ്ലീറ്റ് ആയി. സംശയമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്. ഇനി നമുക്ക് HCl ചെയ്യാം. HCl ഹൈഡ്രജൻ സയനൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. പേരറിയണ വാട്ടർ അമോണിയ ഹൈഡ്രോസയാനിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ സയനൈഡ്. ഓക്കെ, ഒന്നുകൂടി ഞാനിവിടെ എഴുതുന്ന ഒരു Cn-. ഓക്കെ, Cn-. ഈ ഹൈഡ്രജൻ സയനൈഡിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. ഹൈഡ്രജനിൽ 1, കാർബണിൽ 4, നൈട്രജനിൽ 5. സോ ടോട്ടല് 10 ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി ഈ പറയപ്പെട്ട 3 എണ്ണത്തിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവ് കാർബൺ ആണ്, നൈട്രജൻ. അപ്പൊ അതായത് സെൻട്രൽ ആറ്റം കാർബൺ, ആ കാർബണ് ചുറ്റുമായിട്ട് ഹൈഡ്രജനെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇതെന്ത് ചെയ്യാം? ഓരോ സിംഗിൾ ബോണ്ടുകൾ കൊടുക്കുക. ഇനി ശ്രദ്ധിച്ചോണം, മൾട്ടിപ്പിൾ ബോണ്ട് വന്നതൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഇനി മൾട്ടിപ്പിൾ ബോണ്ട് വരുന്നതാണ് പറയുന്നത്. ഓരോ സിംഗിൾ ബോണ്ട് കൊടുക്കുക. കൊടുത്തല്ലോ. അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ പെയർ ഉപയോഗിക്കപ്പെട്ടു? 2, 4. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഓക്കെ, ഇതെന്താണ് അറിയാവോ? സെൻട്രൽ ആറ്റം ഒഴികെ ബാക്കിയുള്ള അറ്റങ്ങളിലുള്ളവരുടെ ഒക്ടറ്റോ അല്ലെങ്കിൽ ഡുപ്ലറ്റോ കംപ്ലീറ്റ് ആയോ നോക്ക്. അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തത്. സിംഗിൾ ബോണ്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ഒക്ടറ്റോ ഡുപ്ലറ്റോ കംപ്ലീറ്റ് ആയോ നോക്കുക. ആരുടെ? ആദ്യം അറ്റങ്ങളിലുള്ളവരുടെ. അപ്പൊ ഹൈഡ്രജന്റെ ഡുപ്ലറ്റ് കംപ്ലീറ്റ് ആയി, നൈട്രജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിരുന്നോ? ഇല്ല. 2 എണ്ണല്ലേ ഉള്ളൂ. ബാക്കി എത്ര എണ്ണം വേണം? കേൾക്കേ, ബാക്കി എത്ര എണ്ണം വേണം? 2 എണ്ണേ ആയിട്ടുള്ളൂ. ബാക്കി എത്ര എണ്ണം വേണം? 6 എണ്ണം വേണം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഇതില്? 6 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട് അല്ലെ? 2, 4, ബാക്കി 6 ഉണ്ട്. ഉണ്ടോ? അപ്പൊ ആ 6 ഇവിടെ കൊടുക്കുക. 2, 4, 6. അപ്പൊ ഹൈഡ്രജന്റെ ഡുപ്ലറ്റ് കംപ്ലീറ്റ് ആയി, നൈട്രജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി അല്ലെ? 2, 4, 6, 8.
ഇനി സെൻട്രൽ ആറ്റത്തിലേക്ക് നോക്കുക. ഇനി ഇലക്ട്രോൺ കൊടുക്കാനൊന്നുമില്ല, തീർന്നു. 2, 4, 10 ടോട്ടൽ ഇലക്ട്രോൺസ് തീർന്നു. 10 ബാലൻസ് ഇലക്ട്രോൺസും തീർന്നു. ഇനി കാർബൺ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി നോക്കുക. ഇത് രണ്ടും കഴിഞ്ഞ ശേഷം സെന്ററിനെ നോക്കുക. കാർബൺ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിരുന്നു 2, 4 ആയിട്ടുള്ളൂ. എത്ര കുറവുണ്ട്? 4 കുറവുണ്ട്. അപ്പൊ എന്താവുന്ന അറിയാമോ? ഇനി കൊടുക്കാൻ, ഇതിന് ചുറ്റും കൊടുക്കാൻ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ല. ഇനി ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ എന്താവുന്ന അറിയാവോ? ഈ പറയപ്പെട്ട 3 ഇലക്ട്രോൺ പെയർ ഉണ്ടല്ലോ, അതിൽ ഒന്നിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് കാർബണുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് മാറ്റിയിട്ട് കാർബണുമായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പൊ കാർബൺ എത്രയായി? 2, 4, 6 ആയി. ആയില്ലല്ലോ, ഒക്ടേറ്റ് ആയില്ലല്ലോ. ഇനി 1 ഇലക്ട്രോൺ പെയർ കൂടി എടുക്കുക, കാർബണുമായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പൊ ഒക്ടേറ്റ് ആയോ? 2, 4, 6, 8. അപ്പൊ എല്ലാവരുടെ ആവശ്യകത പൂർത്തിയായില്ലേ? ഡുപ്ലറ്റ്, ഒക്ടറ്റ് ഇല്ല, നൈട്രജൻ ഒക്ടറ്റ് ആയില്ലേ? 2, 4, 6, 8. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആദ്യം എന്താ ചെയ്തത്? ടോട്ടൽ ഇലക്ട്രോൺ പെയർ എണ്ണി 10. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ള കാർബൺ നടുവിലാക്കിയിട്ട് ബാക്കി എന്ത് ചെയ്തു? 2 എണ്ണത്തിന്റെ ചുറ്റുമായിട്ട് അറേഞ്ച് ചെയ്തു. സോ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. ഇനി കാർബണുമായിട്ട് ഒരു സിംഗിൾ ബോണ്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൊടുത്തു കഴിഞ്ഞ ശേഷം അറ്റങ്ങളിലുള്ളവരുടെ ഒക്ടറ്റ്, ഡുപ്ലറ്റ് കംപ്ലീറ്റ് ആയോ നോക്കുക. ഹൈഡ്രജന്റെ കംപ്ലീറ്റ് ആയിരുന്നു, നൈട്രജന്റെ കംപ്ലീറ്റ് ആയില്ല. സോ ബാക്കിയുള്ള ഇലക്ട്രോൺസിന്റെ നൈട്രജന്റെ ചുറ്റും കൊടുത്തു. സോ നൈട്രജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ കാർബൺ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല. കാർബൺ കൊടുക്കാനാണെങ്കിൽ ഇലക്ട്രോൺസും ഇല്ല. ഇലക്ട്രോൺസും ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? നൈട്രജന്റെ 3 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടായില്ലേ, അതിനെ കാർബൺ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. 3 എണ്ണത്തിൽ 2 എണ്ണം. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ HCl ടോട്ടലി എത്ര ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3, 4 ബോണ്ട് പെയർ ഇലക്ട്രോൺസും 1 ലോൺ പെയർ ഇലക്ട്രോണും ഉണ്ട്. ഓക്കെ, അപ്പൊ HCl കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഏത് വേണം കുഞ്ഞോളെ? കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, നമുക്ക് പറയാം. ഓക്കെ, അതിന് ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സെപ്ഷനിൽ നിന്നാണ്, കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയിൽ നിന്നാണ് നമ്മൾ അടുത്ത ടോപ്പിക് പറയുക. ഓക്കെ, അപ്പൊ ഞാനിത് മാറ്റിയാണ്. അടുത്തത് CCl4. എങ്ങനെ വരക്കും? ടോട്ടൽ കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺ 4. ഒരു ക്ലോറിൻ്റെത് 7 അല്ലെ? ഒരു ക്ലോറിൻ്റെത് 7 വാലൻസ് ഇലക്ട്രോൺ. 2, 8, 7 അല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അപ്പൊ 7, 4, 28. 28 + 4 32 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇനി കാർബണും ക്ലോറിനും നോക്കുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളതാരാ? കാർബൺ. ഓക്കെ, അറിയാലോ, പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിക്കൊണ്ട് വരും. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഇനി നമ്മള് 9ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചിട്ടുണ്ടാ? ഓക്കെ, എന്ത് പിന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ. ഇനി ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 32. എന്ത്? ബാലൻസ് ഇലക്ട്രോൺസ് ടോട്ടൽ 32. ഇനി ആരാണ് സെൻട്രൽ ആറ്റം? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ള കാർബൺ ആണ് സെൻട്രൽ ആറ്റം. ഓക്കെ, ആ കാർബൺ ആറ്റത്തിന് ചുറ്റുമായിട്ട് ബാക്കി 4 ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുക. 4 ക്ലോറിൻ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനെന്ത് ചെയ്യാം? ഇനി അവർക്കിടയിൽ ഓരോ സിംഗിൾ ബോണ്ട് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ പെയർ ഉപയോഗിക്കപ്പെട്ടു? 2, 4, 6, 8. അപ്പോ 32ൽ 8 എണ്ണം ഉപയോഗിച്ചു. 32ൽ 8 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 24 എണ്ണം ഉണ്ട്. ശരിയല്ലേ? അപ്പൊ ഇനെന്ത് ചെയ്യാ? ചുറ്റുമുള്ളവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ നോക്കുക. ആയിട്ടില്ല എങ്കിൽ എന്താ ചെയ്യാ? ഈ 24 ഇലക്ട്രോൺസിനെ ഇവർക്ക് ചുറ്റുമായിട്ട് ഡോട്ട് ആയിട്ട് കാണിക്കുക. അപ്പൊ ക്ലോറിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയണോ മക്കളെ? ഇല്ലല്ലോ. 2. എത്ര എണ്ണം ബാക്കി ഉണ്ട്? 2 എണ്ണം ആണെങ്കിൽ ബാക്കി 6 കൊടുക്കണം. സോ 2, 4, 6. ഓക്കെ, 2, 4, 6. 2, 4, 6. 2, 4, 6.
അപ്പൊ നോക്ക് 6 2 8 6 2 8 6 2 8 6 2 8 ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയല്ലോ. ക്ലോറിന്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. കാർബൺ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് 2 4 6 8 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ വാലൻസ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചു. ഇവിടെ ബാക്കി വാലൻസ് ഇലക്ട്രോൺസും ഇല്ല. സോ CCl4ന്റെ ലൂയിസ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് ചെയ്തു. HCN NH3 CCl4. ഇനി നമ്മൾ HCHO ചെയ്യാം. HCHO അതായത് ഇതെന്താ? CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബൺ ടെട്രാ ക്ലോറൈഡ് ഇതെന്താണ്? HCHO ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് നമ്മൾ 10ാം ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഫോർമാൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കാര്യം മറന്നുകൂടാ. ലെഫ്റ്റ് ടു റൈറ്റ് കൂടുന്നു, മുകളിൽ നിന്ന് താഴോട്ട് കുറയുന്നു. പോളിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച പോളിംഗ് സ്കെയിൽ. ഓക്കെ, HCHO. ഈ HCHO 4 ആറ്റങ്ങളുണ്ട്. 1 2 3 4. ഈ 4 ആറ്റങ്ങളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ളത് കാർബൺ ആണ്. സോ കാർബൺ സെന്ററിൽ വെക്കുക. ഓക്കെ, 2 ഹൈഡ്രജൻ എപ്പോഴും അറ്റങ്ങൾ തന്നെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ അറ്റത്താണ് വേണ്ടത്. ഇനി ബാക്കി ഓക്സിജൻ അല്ലേ ഉള്ളൂ, അതിനെവിടെ വെക്കാം. ഓക്കെ, അപ്പോ സെൻട്രൽ ആറ്റമായിട്ടുള്ള കാർബണ് ചുറ്റും നമ്മൾ 4 ആറ്റങ്ങൾ, 4 അല്ല 3 ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തു. ഓക്കെ, 2 ഹൈഡ്രജൻ ആറ്റം 1 ഓക്സിജൻ ആറ്റത്തിനെയും അറേഞ്ച് ചെയ്തു. ഇനെന്താക്കുക? ഓരോന്നിനും ചുറ്റും ഓരോ സിംഗിൾ ബോണ്ട് വരക്കുക. 1 2 1 2 3. അപ്പൊ നമ്മൾ ടോട്ടൽ ഇലക്ട്രോൺസ് എഴുതിയിട്ടില്ലല്ലോ അല്ലെ? മറന്നു അല്ലേ? 1 + 1 2. ഓക്കെ, കാർബണിന്റെ 4. ഓക്കെ, ഓക്സിജന്റെ 6. സോ 12. ഓക്കെ, 12. അപ്പൊ ആ 12ത്തിൽ 6 ഉപയോഗിച്ച് കഴിഞ്ഞു. 2 4 6. ഇനെന്ത് ചെയ്യാ? അറ്റങ്ങളിലുള്ളവരുടെ കോൺഫിഗറേഷൻ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയാലും ഡ്യൂപ്ലറ്റ് കംപ്ലീറ്റ് ആയാലും നോക്ക്. ഹൈഡ്രജൻ കംപ്ലീറ്റഡ്, ഹൈഡ്രജൻ കംപ്ലീറ്റഡ്. ഓക്സിജന്റെ കംപ്ലീറ്റ് അല്ല, 2 മാത്രമേ ആയിട്ടുള്ളൂ. എത്ര വേണം? 6 വേണം. 1 2 3 4 5 6. ക്ലിയർ? അപ്പൊ ടോട്ടല് 12 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞില്ലേ? ബാക്കി 6 ഉണ്ടായിരുന്ന 6 ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി കാർബണിലേക്ക് വാ. കാർബൺ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്ക്. 1 2 3 6 ഇലക്ട്രോൺസേ ഉള്ളൂ. ഒക്ടേറ്റ് കംപ്ലീറ്റ് അല്ല. കൊടുക്കാണിക്ക് ലോൺ പെയർ ആയിട്ട് കൊടുക്കാണിക്ക് അവിടെ ഇലക്ട്രോണും ഇല്ല, തീർന്നു കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? ഓക്സിജനിലുള്ള 3 ലോൺ പെയർ ഇലക്ട്രോൺസില് 1 കാർബണുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പൊ ശരിയായില്ലേ? 2 2. ഹൈഡ്രജന്റെ ഡ്യൂപ്ലറ്റ്. ഓക്കെ, ഓക്സിജൻ 2 4 6 8. കാർബൺ 2 4 6 8. ഓക്കെ, അപ്പൊ ഇതാണ് HCHO ബോണ്ടിങ്. അപ്പൊ അതും കഴിഞ്ഞു. ഓക്കെ, ഇതേപോലെ CH3CHO നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അതിനേക്കാളും എന്താ പറയാ, വേറൊരു കോമ്പൗണ്ട് നമുക്ക് ചെയ്യാം. CH3CHO ഇതേപോലെ തന്നെയാണ്. വേണമെങ്കിൽ അത് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ചെയ്യാം. CH3COOH. ഓക്കെ, അപ്പൊ CH3CHO എങ്ങനെ ചെയ്യുന്നു നോക്കാം. CH3CH എന്നാണ് HCHO. HCHO ഫോർമാൽഡിഹൈഡ്. CH3CHO അസറ്റാൽഡിഹൈഡ്. HCHO ഫോർമാൽഡിഹൈഡ്. മെത്തനാള് എന്നും പറയും. ഇത് അസറ്റാൽഡിഹൈഡ്, എത്തനാള്. ഓക്കെ, ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയാണ്? ബാലൻസ് 4 + 4 8. ഓക്കെ, 3 + 1 4 6. ഓക്കെ, അപ്പൊ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ പറയപ്പെട്ടതിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ളത് കാർബൺ ആണ്. ആ കാർബൺ 2 ഉണ്ട്. ഓക്കെ, ഹൈഡ്രജൻ 4 ഉണ്ട്. അത് അറ്റങ്ങളിൽ തന്നെ വേണം. 1 2 3. ഇതിന് ചുറ്റിലും ഇതിന്റെ ഇപ്പുറത്തില്ല. ഇവിടെ വരാൻ പറ്റൂല. എന്താണ്? അത് സെന്ററാണ്. സെന്ററിൽ 2 ഈ 2 മാത്രം. ഓക്കെ, സെൻട്രൽ ആറ്റം ആരാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ളത്. അപ്പൊ 3 കൊടുത്തു അറ്റങ്ങൾ. ഇതിനൊന്ന് ഒരു ഹൈഡ്രജൻ ബാക്കിയുണ്ട്, അത് ഇതിന് ചുറ്റുമായിട്ട് കൊടുക്കുക. ഇനെന്ത് ബാക്കിയുള്ളത്? ഒരു ഓക്സിജൻ ബാക്കിയുണ്ട്, അത് ഇവിടെ കൊടുക്കാം. ഇവിടെയാണ് കൊടുക്കാം. ഓക്കെ, അപ്പോ ആറ്റങ്ങളെ നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനെന്ത് ചെയ്യാം? കോവാലന്റ് ബോണ്ടുകാർക്ക് 1
ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് ഓരോ കോവാലന്റ് കൊണ്ട് കൊടുത്തു. കോവാലന്റ് കൊണ്ട് കൊടുത്തു. അപ്പൊ എത്ര ഇലക്ട്രോൺ പെയർ നമ്മൾ പിന്നെ ഉപയോഗിച്ചു? 2, 4, 6, 8, 10, 12 ഉപയോഗിച്ചു. 2, 4, 6, 8, 10, 12 ഉപയോഗിച്ചു. ബാക്കി എത്രയുണ്ട്? 6 ഉണ്ട്. ഓക്കെ. ഇനി സെൻട്രൽ ആറ്റം അല്ലാത്തവരുടെ ഒബ്ജക്റ്റോ ഡുപ്ലറ്റോ കംപ്ലീറ്റ് ആയോ നോക്ക്. കംപ്ലീറ്റഡ് 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 കംപ്ലീറ്റഡ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇല്ലല്ലോ. എത്ര എണ്ണം? 2 എണ്ണേ ഉള്ളൂ. ഓക്കെ. ഇനി എത്ര എണ്ണം വേണം? 8 ആവണമെങ്കിൽ 6 എണ്ണം വേണം. 6 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അത് ഓക്സിജന് ചുറ്റും കൊടുക്കും. 1, 2, 3, 4, 5, 6. അപ്പൊ ഓക്സിജന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി എന്ന് നോക്കണം സെൻട്രൽ ആറ്റം. 2 കാർബൺ ആറ്റങ്ങളുടെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയോ നോക്കാം. ഈ കാർബണിന്റെ കംപ്ലീറ്റ് ആയോ? 2, 4, 6, 8 കംപ്ലീറ്റഡ്. ഈ കാർബണിന്റെ കംപ്ലീറ്റ് ആയിരുന്നു. 2, 4, 6 കംപ്ലീറ്റ് അല്ല. 2 ഇലക്ട്രോൺസ് കുറവുണ്ട്. കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇലക്ട്രോൺസും ഇല്ല. ലോൺ പെയർ ആയിട്ട് കൊടുക്കാൻ ഇലക്ട്രോൺസും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഓക്സിജന്റെ 1 ഇലക്ട്രോൺ പെയർ ഇവിടെ ഷെയർ ചെയ്യുക. ഇപ്പൊ 8 ആയി. Okay, so this is the bonding in what? Acetaldehyde. Okay, അപ്പൊ ഇത് നമ്മൾ ചെയ്യും. CH3 CH2 ചെയ്യും. Okay, the next. അടുത്തത് അസറ്റിക് ആസിഡ്. CH3COH. Okay, CH3COH. ഇതെന്താണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ്. അപ്പൊ ഇതിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ള 2 കാർബൺ ആറ്റങ്ങളുണ്ട്. അത് സെൻട്രൽ ആയിട്ട് എഴുതുക. ഓക്കെ. ഇനി ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ട്. ചുറ്റുഭാഗത്ത് എന്താ പറയാ, അറ്റങ്ങളിൽ ചുറ്റുഭാഗത്തായിട്ട് എഴുതുക. ഇവിടെ പറ്റൂല, അത് സെൻട്രലാവും. സെൻട്രലിൽ ഹൈഡ്രജൻ പറ്റൂല. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ള തന്നെ വേണം. അപ്പൊ ഇനി ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതെവിടെ? ഓക്കെ. ഇനെന്താ? ഇനി 2 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജൻ ഇവിടെ, ഒരു ഓക്സിജൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുമ്പോഴേ എന്താ പറയാ, ഇവിടെ ചോയ്സ് ഇല്ലേ? ഹൈഡ്രജൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ, നേരെ കേൾക്കണം, ഹൈഡ്രജൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഇത് ഒരു അറ്റത്തായിട്ട് തന്നെ വരും. പക്ഷെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള എണ്ണിൽ കൊടുക്കണം. എങ്ങനെ കൊടുത്താലും എപ്പോഴാണ് ഏറ്റവും മോസ്റ്റ് എന്താ പറയാ, എങ്ങനെ അറേഞ്ച് ചെയ്താലാണോ ഹൈഡ്രജൻ ഏറ്റവും അറ്റത്തുള്ള പൊസിഷൻ കിട്ടുക, ആ അറ്റത്ത് പറ്റുന്നത് കൊടുക്കണം. അപ്പൊ ഇവിടെ കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാലല്ലേ ഒരു ടെർമിനൽ പോയിന്റ് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ അല്ല കൊടുക്കേണ്ടത്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഇവിടെ അറ്റത്തായിട്ട് വരും, ഹൈഡ്രജൻ ഇവിടെ അറ്റത്തായിട്ട് വരും. പക്ഷെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെയും അപ്പുറത്തായിട്ട് ഹൈഡ്രജൻ വരും. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പോ CH3COH ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി എന്താ ചെയ്യാ? ഇനി ബോണ്ട് വരക്കുക. ഓരോ സിംഗിൾ ബോണ്ട് വരക്കുക. 1, 2, 3, 4, 5, 6, 7. നമ്മൾ ടോട്ടൽ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ എത്രയാണ്? കാർബൺ 4 + 4 8, 3 + 1 4 അല്ലെ, 6 + 6 12. എത്രയാണ്? 24 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ എത്ര ഉപയോഗിച്ചു? 2, 4, 6, 8, 10, 12, 14 ഉപയോഗിച്ചു അല്ലെ. 2, 4, 6, 8, 10, 12, 14 ഉപയോഗിച്ചു. ബാക്കി എത്രയുണ്ട്? 10 ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അറ്റങ്ങളിലുള്ളവരുടെ, അതായത് സെന്ററിൽ അല്ലാത്തവരുടെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കംപ്ലീറ്റ് ആയോ നോക്ക്. 2, 4, 6 2, 2, 2 ഹൈഡ്രജന്റെ ഡ്യൂപ്ലിക്കേറ്റ് കംപ്ലീറ്റ് ആയി. ഈ ഹൈഡ്രജന്റെ ഡ്യൂപ്ലിക്കേറ്റ് കംപ്ലീറ്റ് ആയിനല്ലോ. ഓക്കെ. ഇനി കാർബൺ അല്ലാത്ത ബാക്കിയാണുള്ളത് ഓക്സിജൻ. 2 ഓക്സിജൻ. അതിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ നോക്ക്. ഇല്ലല്ലോ. 2 ഇന്നെത്ര വേണം? 6 എണ്ണം വേണം. 2, 4, 6. ഇപ്പൊ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയില്ലേ? ഇനി ഈ ഓക്സിജനോ 2, 4 അല്ലെ. ഇന്നെത്ര വേണം? 4 എണ്ണം വേണം. 4 ഇലക്ട്രോൺസിന് ബാക്കി ഉണ്ടാ ഉണ്ട്. 10 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു. അവിടെ 6 എണ്ണം ഇവിടെ കൊടുത്തു. ബാക്കി 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം ഇവിടെ കൊടുക്കാം ലോൺ പെയർ ആയിട്ട്. ഇനാരോ ബാക്കിയുള്ളത് കാർബൺ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ഓക്കെ. 2, 4, 6, 8 കാർബൺ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാർബൺ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ കാർബൺ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആണ്. പക്ഷെ ഈ കാർബൺ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആണോ? 2, 4, 6 ഇല്ല. 2 കുറവുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ 3 ലോൺ പെയർ ഇലക്ട്രോൺസിന്റെ 1 ഇവിടെ ഷെയർ ചെയ്യും.
So this is the bonding in Lewis structure of acetic acid. സംശയമില്ലല്ലോ. ഓക്കെ, ഇത് 2-3 പ്രാവശ്യം കാണുക, അപ്പൊ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. CO2 അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, നമ്മൾ പിന്നെ പറയും കേട്ടോ. ഇനി SO2 SO2 ടോട്ടൽ 2 സൾഫറും ഓക്സിജനും ഒരേ ഫാമിലിയാണ്. 16ാമത്തെ ഗ്രൂപ്പാണ്. 16ാമത്തെ ഗ്രൂപ്പിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 6 ആണ്. സൾഫറിൽ 6, ഓക്സിജനിൽ 6, 2 ഉണ്ട്. 12, ടോട്ടൽ 18 ഇലക്ട്രോൺസ്. ഓക്കെ, സൾഫറിന്റെ ഓക്സിജന്റെ താഴെയാണ് സൾഫർ. അപ്പൊ താഴോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയുന്നു. സൾഫറിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവ്. സൾഫർ സെൻട്രൽ ആറ്റമാണ്. ഓക്സിജൻ അതിന്റെ ചുറ്റുമായിട്ട് വരയ്ക്കുക. ഇനി എന്ത് ചെയ്യാ, ഓരോ സിംഗിൾ ബോണ്ട് കാണിക്കുക. സിംഗിൾ ബോണ്ട്. ഓക്കെ, ഇനിയോ ടോട്ടലി 4 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 14 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. ഇനി അറ്റങ്ങളിലുള്ളവരുടെ അറ്റന് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയില്ലല്ലോ. 2 അപ്പൊ ഇവിടെ എത്ര എണ്ണമാണ്? 6. 2, 4, 6. 2, 4, 6. ഓക്കെ, അപ്പോ പിന്നെ 14 ബാക്കി ഉണ്ടായിരുന്നു. അതില് 2, 4, 6, 2, 4, 6. അതായത് പിന്നെ 12 ഉപയോഗിച്ച് കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടാവുന്നല്ലേ? 12 ഉപയോഗിച്ച് കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 2 ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ 2 ബാക്കി ഉണ്ടെങ്കിൽ ഇനി സെന്ററിലുള്ള സൾഫറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്ക്. 2, 4, 4 കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ എത്ര എണ്ണം വേണം? 4 വേണം. ആ 4 2 ബാക്കിയുള്ള 2 ഈ സൾഫറിന് കൊടുക്കാം. അപ്പോഴും 6 കംപ്ലീറ്റ് ആവുന്നുള്ളൂ. 6 ആവുന്നുള്ളൂ. ഇനി 2 കൂടി വേണം. അപ്പൊ എന്തെങ്കിലും അറിയാവോ, ഇതിലൊരു ഏതെങ്കിലും ഒരു ഓക്സിജന്റെ ഇലക്ട്രോൺ പെയർ, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഇതുമായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ SO2 സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇതാണ്. സംശയമുണ്ടോ? ടോട്ടൽ 18 ഇലക്ട്രോൺസ്. 6 പ്ലസ് 6 18 ഇലക്ട്രോൺസ്. ആ 18 സെൻട്രൽ ആറ്റം സൾഫർ ആണ്. അങ്ങനെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളത് കൊണ്ട് ബാക്കി 2 ഓക്സിജൻ ആറ്റങ്ങളായിട്ട് എഴുതി. ഓക്കെ, എന്നിട്ടോ ഓരോ ഇലക്ട്രോൺ പേര് വരച്ചു. അപ്പൊ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ആയി. 4 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി 14 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകുന്നില്ല. അതുകൊണ്ട് ഓരോന്നിനും 6 വീതം കൊടുത്തു. അപ്പൊ 12 ഉപയോഗിച്ച് ബാക്കി 2 ഉണ്ട്. ആ 2 സൾഫറിന് കൊടുക്കണം. ഓക്കെ, ഇനി സൾഫറിന്റെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? 2, 4, 6 ആവുന്നുള്ളൂ. 2 കുറവുണ്ട്. അപ്പൊ ഇതിൽ ഓരോ ഓക്സൈഡ് ഇവിടെ ഷെയർ ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയില്ലേ? 2, 4, 6. ഓക്കെ, 2, 4, 6, 8. 2, 4, 6, 8. 2, 4, 6, 8 ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോണ്ടിങ് വരക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലേ കാണിച്ചത്? ഒന്ന് കോർഡിനേറ്റ് ബോണ്ട് ആയിരുന്നില്ലേ? ഒന്ന് കോർഡിനേറ്റ് ബോണ്ട് ആയിരുന്നില്ല. ആണ്, ഇവിടെ അത് തന്നെയാണ്. കോർഡിനേറ്റ് ബോണ്ട് തന്നെയാണ്. നോക്കോ, ഇവിടെ നോക്ക്. ഓക്സിജനിൽ ടോട്ടൽ 6 ഇലക്ട്രോൺസ് വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളൂ. ടോട്ടൽ 6 ഇലക്ട്രോൺസേ ഉള്ളൂ. ആ 6 ഇലക്ട്രോൺസ് 2, 4, 6. അപ്പൊ ഇവിടെ ഈ ഒരു ബോണ്ട് കാണിക്കുന്നുണ്ടല്ലോ, അതെന്താണെന്ന്? കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ട് മ്യൂച്വൽ ഷെയറിംഗ് അല്ലേ? അതായത് ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ ഒന്ന് ഇങ്ങോട്ടും കൊടുക്കണം. ഓക്കെ, സൾഫർ ഒന്ന് കൊടുത്തു. പക്ഷെ ഓക്സിജൻ കൊടുക്കാൻ അവിടെ 7ാമത്തെ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ബോണ്ട് ആക്ച്വലി മ്യൂച്വൽ ഷെയറിംഗ് വഴിയുള്ള കോവാലന്റ് ബോണ്ട് അല്ല. അത് ആക്ച്വലി കോർഡിനേറ്റ് ബോണ്ട് ആണ്. പക്ഷെ കോർഡിനേറ്റ് ബോണ്ട് ഈസ് ആക്ച്വലി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട്. അതുകൊണ്ട് കോവാലന്റ് ബോണ്ടിന്റെ സിമ്പൽ ആയിട്ടുള്ള ഈ ലൈൻ ഉപയോഗിച്ചാലും തെറ്റില്ല. അപ്പൊ ആക്ച്വലി ഇത് കോവാലന്റ് ബോണ്ടാണ്, കോർഡിനേറ്റ് ബോണ്ടാണ്. ഓക്കെ, നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറിൽ, ലൂയിസ് സ്ട്രക്ചറിൽ എന്താണ്? ഒരു ലൈന് വരച്ചാൽ അതിന്റെ അറ്റത്തുള്ള ഒരു ലൈന് വരച്ചാൽ അതിന്റെ 2 അറ്റങ്ങൾ എന്താണ്? ഒരു ഇലക്ട്രോൺ പെയറിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബോണ്ടിന്റെ നേച്ചർ അല്ല, അതിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അല്ലെങ്കിൽ ഡോട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി കോർഡിനേറ്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പൊ കോവാലന്റ് ബോണ്ടിന് കോർഡിനേറ്റ് ബോണ്ടിന് ഇങ്ങനെ കാണിക്കുന്നില്ല, ഒരു ലൈൻ വെച്ചിട്ട് കാണിച്ചാൽ തെറ്റല്ല. കാരണം കോർഡിനേറ്റ് ബോണ്ട് ഈസ് ആക്ച്വലി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട്. ഓക്കെ,
ഇനി അങ്ങനെയാണെങ്കിൽ SO3 എങ്ങനെ വരക്കാം? SO3 സിമ്പിൾ. ഇത് കഴിഞ്ഞു. SO3 എങ്ങനെ വരക്കാം? ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് SO3 എത്ര ഉണ്ടാവും? 6 24 ഇലക്ട്രോൺസ് ടോട്ടൽ ഉണ്ടാവും അല്ലെ? 6 + 18 24 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, സെൻട്രൽ ആറ്റമിന് പറയേണ്ട കാര്യമില്ല. സൾഫർ 3 ആറ്റങ്ങളെ ചുറ്റുമായിട്ട് അറേഞ്ച് ചെയ്യുക. ഓരോ കോവാലന്റ് ബോണ്ടുകൾ വരക്കുക. 1 2 3 കോവാലന്റ് ബോണ്ട് വരച്ചു. ഇതെന്താണ്? ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയെന്ന് നോക്ക്. ഇപ്പൊ ടോട്ടൽ എത്ര എണ്ണം? 2 4 6 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞു. ബാക്കി 18 എണ്ണം ഉണ്ട്. 18 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 2 എണ്ണം 4 6. ഇപ്പൊ ഇതിന്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. 2 4 6 ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. 2 4 6 ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ എത്ര എണ്ണം ഉപയോഗിച്ചു? 18 12 എണ്ണം ഉപയോഗിച്ചു. 12 ആണോ? അല്ലല്ലോ, 18 ഉപയോഗിച്ചോ അല്ലെ? 18 ഉപയോഗിച്ചു. 6 12 18 ഉപയോഗിച്ചു. ഇനി ബാക്കിയില്ല. അപ്പൊ ഓക്സിജന്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷെ സൾഫറിന്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? 2 4 6 6 ആയിട്ടുള്ളൂ. 2 കുറവുണ്ട്. അപ്പൊ കുറവുള്ളത് കൊണ്ട് 2 ഇങ്ങനെ ഇടാൻ പറ്റൂല. കാരണം എന്താ? വാലൻസ് ഇലക്ട്രോൺസിൽ ബാക്കിയില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഏതെങ്കിലും ഒന്നിനെ ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് കാണിക്കാം. ഓക്കെ, ഇനി അവിടെ നോക്കി. ഓക്സിജന്റെ ആകെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് ഓരോ ഓക്സിജന്റെ 6 അല്ലേ ഉള്ളൂ. 6 ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ഈച്ച് ഷെയറിംഗ് വഴി കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ ആക്ച്വലി ഈ കോവാലന്റ് ബോണ്ട് എന്താണ്? അത് കോർഡിനേറ്റ് ബോണ്ടാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചാലും വരട്ടിട്ട് കാണിച്ചാലും കുഴപ്പമില്ല. ക്ലിയർ? SO3 സ്ട്രക്ചർ ഇതാണ്. ഇനി SO4 2 SO4 2 ഈ SO4 2 ഒരു എക്സെപ്ഷൻ ഉണ്ട്. CO2 പോലെ തന്നെ SO4 2 ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അവസാനം പറയാം. ഓക്കെ, ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് അവസാനം പറയും. CO3 2 എന്താണ്? കാർബണിന്റെ അറ്റോമിക് നമ്പർ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? CO3 2 കാർബണില് 4, 3 ഓക്സിജനിലായിട്ട് എത്രയുണ്ട്? 18 എണ്ണം ഉണ്ട്. ഓക്കെ, ഒരു 2 മൈനസ് ചാർജ് അധികമായിട്ട് വരും. 2 ചാർജ് അധികമായിട്ട് വരുന്നു. അത് കൂട്ടണം. അപ്പൊ എന്താ? 24 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സ്ട്രക്ചർ വരക്കാം. 4 ആറ്റങ്ങളുണ്ട്. സെൻട്രൽ ആറ്റം നിസ്സംശയം പറയാം അത് കാർബൺ ആണ്. ബാക്കി 3 ഓക്സിജനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കാണിക്കാം. 3 ഓക്സിജൻ. ഓക്കെ, ഇനിയോ 1 2 3. അപ്പൊ എത്ര എണ്ണം ഉപയോഗിച്ചു? 2 4 6 എണ്ണം ഉപയോഗിച്ചു. ബാക്കി 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജന്റെ വാലൻസി ഒക്ടേറ്റ് കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് 2 4 6 ആണല്ലോ. ഇനി കാരണം ഒന്നും പറയണ്ടല്ലോ. ഇപ്പൊ ഒക്ടേറ്റ് കംപ്ലീറ്റ് അല്ലേ? ആണ്, ഒക്ടേറ്റ് കംപ്ലീറ്റ് ആണ്. ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. ഇനി കാർബൺ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയെന്ന് നോക്കി. ഇനി ബാക്കി ഇലക്ട്രോൺസ് ഉണ്ടോ? 18 ഇലക്ട്രോൺസ് ഉപയോഗിച്ചു. സോ there is no remaining electrons which is equal to 0. അപ്പൊ ഇനി കാർബൺ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിരുന്നു. 2 4 6 2 കുറവുണ്ട്. കൊടുക്കാൻ ഇലക്ട്രോണും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരു എന്താ പറയാ? ഡബിൾ ബോണ്ട്. അത് ഇത് തന്നെയാണോന്നില്ല. ഇവിടെ നിന്ന് കൊടുക്കാം. ഏത് കൊടുക്കാം? 3 പോസിബിൾ ആയിട്ടുണ്ട്. 3 കൊടുക്കാം. ഓക്കെ, 3 കൊടുക്കാം. ഇനിയോ CO3. ഇതാണ് CO3യിലെ ബോണ്ടിങ്. ആ മോളിക്യൂളിന് മൊത്തമായിട്ട് 2 മൈനസ് ചാർജ് ഉണ്ട്. അത് അവിടെ മുകളിൽ കാണിക്കണം. ഈ 2 മൈനസ് ചാർജ് ഓക്സിജന്റെയോ കാർബണിന്റെയോ ചാർജ് അല്ല. മോളിക്യൂളിന്റെ ടോട്ടൽ ആയിട്ടുള്ള ചാർജാണ് 2 മൈനസ് ചാർജ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ CO3ക്ക് കേൾക്കണം. CO3ക്ക് 3 സ്ട്രക്ചറുകൾ പോസിബിൾ ആണ്. ഒന്നിന് പിന്നെ ഡബിൾ ബോണ്ട് ഇവിടെ വരാം. അല്ലെ? ഈ കാർബണിന്റെ വാലൻസി ഒക്ടേറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോണ്ട് ഇവിടെ ആയിക്കൂടെ? അപ്പൊ ഇതും പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇതും പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതേപോലെ തന്നെ ഇതും പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഓക്കെ, 2 മൈനസ്. അപ്പൊ ഇതിൽ ഏതാണ് ശരിക്കും CO3 2 കാർബണേറ്റ് ഏതാണ്? 3 സ്ട്രക്ചർ. ഇതാണോ ഈ സ്ട്രക്ചർ? ഈ സ്ട്രക്ചർ തന്നെയാണ് ഇത്. അല്ലല്ലോ. ഇവിടെ ഡബിൾ ബോണ്ട് വന്നത് ഈ കാർബണും ഈ ഓക്സിജൻ എടുക്കാം.
പക്ഷെ ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത് ഏതാണ്? ലെഫ്റ്റിലുള്ള ഓക്സിജനും കാർബൺ എടുക്കാണ്, ഇത് ടോപ്പിലുള്ള ഓക്സിജനും കാർബൺ എടുക്കാണ്. ഇത് 3 വ്യത്യസ്തമായിട്ടുള്ള CO3 ആണ്. ഇത് തന്നെയാണ് ഇതെന്ന് പറയാൻ പറ്റൂല, അപ്പൊ ഇതിൽ ഏതാണ് ശരിക്കും CO3 ഇത് 3 രൂപത്തിലും വരാമോ അല്ല വേറെ ഏതെങ്കിലും രൂപത്തിൽ വരാമോ, അതിനെക്കുറിച്ച് നമുക്ക് വേറെ ഒരു സെക്ഷനിൽ പറയാനുണ്ട്. എനിവേ നിങ്ങൾ വരക്കുമ്പോൾ ഇതിലേതും, അതായത് ലൂസ് സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞ് ഇതിലേതും ഒന്ന് വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ CO3 3 ലൂസ് സ്ട്രക്ചറുകൾ പോസിബിൾ ആണ്. എത്ര? 3 ലൂസ് സ്ട്രക്ചറുകൾ പോസിബിൾ ആണ്. അപ്പൊ CO3 ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് NH4+. NH4+ എങ്ങനെ കാണിക്കാം? NH4+ ഞാൻ നേരത്തെ പറഞ്ഞതാണിത്. നൈട്രജന്റെ ടോട്ടൽ 5 ഇലക്ട്രോൺസ്, വാലൻസ് +4. ഓക്കെ, പക്ഷെ ഒരു പോസിറ്റീവ് ചാർജ് ഇല്ലേ, അങ്ങനെയാണെങ്കിൽ ഒന്ന് കുറക്കണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എത്രയായി? 8 ഇലക്ട്രോൺസ്. സെൻട്രൽ ആറ്റം നൈട്രജൻ, 4 ഹൈഡ്രജൻ ചുറ്റുമായിട്ട് ഒരു കോവാലന്റ് ബോണ്ട് 4 എണ്ണത്തിന്റെ അടുത്ത് കാണിക്കുക. 1 2 3 4. ഓക്കെ, ഹൈഡ്രജന്റെ ഡുപ്ലറ്റ് കംപ്ലീറ്റ് ആണ്, നൈട്രജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ടോട്ടൽ 8 ഇലക്ട്രോൺസ് ഉപയോഗിച്ചു കഴിഞ്ഞു, 2 4 6. അപ്പോ എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ കൂടുതൽ ഇലക്ട്രോൺസ് കൊടുക്കാനൊന്നുമില്ല, ഡബിൾ ബോണ്ട് കൊടുക്കാനൊന്നുമില്ല. NH4+ ടോട്ടൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ദിസ് ഈസ് ദി ബോണ്ടിങ്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ്? H2SO4 നമുക്ക് ഈ എക്സെപ്ഷണൽ കേസിൽ പറയാം കേട്ടോ. H2SO4 അവിടെ തന്നെ പറയാനുണ്ട്. ലാസ്റ്റ് Cn-. കാർബണിൽ എത്ര ഇലക്ട്രോൺ? 4. നൈട്രജനിലോ 5. ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ, സോ 10. അല്ലെ? രണ്ടാറ്റങ്ങളേ ഉള്ളൂ. അതിപ്പോ സെൻട്രൽ ആറ്റം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഒരു സിംഗിൾ ബോണ്ട്. ഇനി ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ 2 ഇലക്ട്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞില്ലേ, ബാക്കി എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഓക്കെ, എന്താ ചെയ്യാം? ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുമ്പോ ആദ്യം 2 എണ്ണം ഉണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞതിന് ആദ്യം കൊടുക്കുക, കുറഞ്ഞതിനല്ല കൂടിയതിന്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ശരിക്കും സെൻട്രൽ ആറ്റമായിട്ട് വരേണ്ടത്. കാർബൺ ആണ്, HCN ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളതിന് ഒക്ടറ്റ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. 2 എണ്ണമായി 4 6 8. അപ്പൊ 8 ഇലക്ട്രോൺസിൽ 6 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞു, ബാക്കി 2 എണ്ണം ഉണ്ട്. ആ 2 ഇലക്ട്രോൺസ് കാർബൺ കൊടുക്കുക. ഇനി നമുക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്, എല്ലാവരുടെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ നമുക്ക്? കാർബണിന്റെ കംപ്ലീറ്റ് ആണ്, 2 4. കാർബണിന്റെ അല്ല, നൈട്രജന്റെ കംപ്ലീറ്റ് ആണ്, 2 4 6 8. കാർബണിന്റെ കംപ്ലീറ്റ് അല്ല, 2 4. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഷെയറിങ്. ഇപ്പൊ 2 4 6 പോരാ, ഒന്നുകൂടി 2 4 6 8. ഓക്കെ, ഇനി എന്താണ്? Cn- ഒരു ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ദിസ് ഈസ് ദി ബോണ്ടിങ് ഓഫ് ലൂസ് സ്ട്രക്ചർ ഓഫ് Cn- ion. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറയപ്പെട്ട 3 എണ്ണം ഒഴികെ CO2 SO4 2- H2SO4 ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും എന്താ പറയാ, ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്ലൂ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഒന്നുകൂടി ഫൈനലായി O3 ഓസോൺ നമുക്ക് വരാം. 18 ഇലക്ട്രോൺസ് അല്ലെ വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ടുള്ളത്? 3 എണ്ണം, 1 2 3. ഇതിങ്ങനെ കാണിക്കാം, 1 2 3 അങ്ങനെ കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വരക്കുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് ജിയോമെട്രി പറയാനുണ്ട്, അവിടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് ഓക്സിജനെ എടുത്ത് എന്താ പറയാ, ഓരോ ബോണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോ 4 ഇലക്ട്രോൺസ് ഉപയോഗിച്ചു കഴിഞ്ഞു, ബാക്കി 4 ഇലക്ട്രോൺസ് ഉണ്ട്, 14 ഇലക്ട്രോൺസ് ഉണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. അറ്റങ്ങളിലുള്ളത് ആദ്യം നോക്കുക. 2 4 6 8 4 6 8. ഓക്കെ, അപ്പൊ ടോട്ടൽ 8 എണ്ണം ഉപയോഗിച്ചു കഴിഞ്ഞു, ബാക്കി എത്ര എണ്ണം അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? 8 അല്ല 12 എണ്ണം ഉപയോഗിച്ചു കഴിഞ്ഞു, ബാക്കി 2 എണ്ണം ഉണ്ട്. അപ്പൊ ഈ ഓക്സിജന്റെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ഇതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല, 2 4. 4 കുറവുണ്ട്, 2 എണ്ണം ഇവിടെ കൊടുക്കാം. അപ്പൊ ഇനി 2 കുറവുണ്ട്, അപ്പൊ എന്താ ചെയ്യാ? ഷെയറിങ്. സോ ദിസ് ഈസ് ദി ബോണ്ടിങ് ഇൻ ഓസോൺ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയാ, ഒന്നിൽ കൂടുതൽ ജോമെട്രി പോസിബിൾ ആണ്. അങ്ങനെ എന്താ അറിയാവോ? ബോണ്ടിങ് ഇവിടെ ആയിക്കൂടെ. അപ്പൊ എന്താവും? O
ബോണ്ട് ഇവിടെ വരാം. ഇവിടെ വന്നാൽ ഇവിടെ 4 ഇലക്ട്രോൺസ്, ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ 2 ഇലക്ട്രോൺസ്. ഡബിൾ ബോണ്ട് ഇപ്പുറത്ത് വരാം, അപ്പുറത്ത് വരാം. അപ്പൊ ഈ പറയപ്പെട്ടതില് ഇത് എന്താ പറയാ, CO3 2- O3 ഇതിലെല്ലാം ഒന്നിൽ കൂടുതൽ ലൂയിസ് സ്ട്രക്ചറുകൾ പോസിബിൾ ആണ് അല്ലെ. CO3 2- ഒന്നിൽ കൂടുതൽ ലൂയിസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. അതേപോലെ O3 ഒന്നിൽ കൂടുതൽ ലൂയിസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. ഇനി പറയാവുന്ന CO2ലും അതേപോലെ SO2- അതേപോലെ H2SO4 ഇതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ പോസിബിൾ ആണ്. അപ്പൊ അതിൽ ഏതാണ് മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ജോമെട്രി എന്ന് നമുക്ക് അറിയണം. അത് പറയാണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു ടേം ആണ് ഫോർമൽ ചാർജ്. അത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പറയാം. ഇപ്പൊ ലൂയിസ് സ്ട്രക്ചർ വരക്കുന്ന എങ്ങനെ ക്ലിയർ ആയാലും ഒരുപാട് എക്സാമ്പിളുകൾ കൂടി നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു.